ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ തരുന്ന 10ഉം 200ഉം 300ഉം ക്വസ്റ്റ്യൻസുകൾ പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് ചില കാൻഡിഡേറ്റ്സ് എംബസി ഇൻ്റർവ്യൂവിന് പോയിട്ട് ഫെയിലായി പോകുന്നത്? ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല. കാരണം എന്താണെന്ന് അറിയാം, കറക്റ്റായിട്ടുള്ള നോളേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഫെയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ്, റീ ഇൻ്റർവ്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഏതൊരു 10ാം ക്ലാസ്സുകാർക്കും അവിടെ എന്താണ് ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുള്ള നോളേജ് അറിഞ്ഞിട്ടാണ് നിങ്ങൾ എംബസി ഇൻ്റർവ്യൂവിന് പോകുന്നതെങ്കിൽ ഫെയിലാകുന്ന ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യകത പോലുമില്ല കേട്ടോ. കാരണം എംബസി ഇൻ്റർവ്യൂവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, അതിൻ്റെ കുറച്ച് സിറ്റുവേഷൻ ക്വസ്റ്റ്യനുകളുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്, എസ്പെഷ്യലി നിങ്ങളുടെ ഗ്യാപ്പ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, എടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് എന്തൊക്കെ, ഇതൊക്കെ ഒരു ട്രെയിനറിൻ്റെ കീഴിൽ നിങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് തന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തായിരിക്കും അവർ ചോദിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഒരിക്കലും ഒരു ഭയമോ അതുപോലെ ഒരു ടെൻഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ചില കാൻഡിഡേറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവരെന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ടെൻഷൻ കാരണം എല്ലാം മറന്നു പോകുന്നു. ഒരു ഇൻ്റർവ്യൂ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും അറിയാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 1 മന്ത് ക്ലാസ് അവൈലബിൾ ആണ്. നമ്മൾ ആരംഭിക്കുന്നത് ജൂൺ ഫസ്റ്റ് വീക്ക് തൊട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളുക.